പോവാൻ പറഞ്ഞ എവിടെ പോവാണ്? അല്ലെങ്കിൽ മൊത്തത്തിൽ ഞങ്ങൾ പോകാൻ പറ, ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പോയിക്കോളാം. ഇവര് വന്നിട്ട് ഇവര് പെട്ടെന്ന് പറയുന്നത് എല്ലാവരും ഇറങ്ങി പോവാന്ന് പറയുന്നത്. മാനേജർ വന്നിട്ട് ഇവരുടെ സംസാരിച്ചിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ പോയിക്കോന്ന് പറയുന്നത്. ഏതോ ഒരു പാടി അവിടുന്ന് 3 നമ്പർ പറഞ്ഞ ഒരു വീടാണ്. ആ വീട് ഏത് കോളത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ പറയും. കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേട്ടോ. അതായത് കള്ളാടി എന്ന് പറയുന്ന ദുരന്തം വിതച്ച ആ ഒരു പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ അടുത്ത് പൂക്കികളുടെ ആളുകൾ, പൂക്കി നിയമിച്ച ആളുകൾ പറയുന്നൊരു വർത്തമാനമാണ് നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് എവിടെ വേണമെങ്കിലും ഇറങ്ങിപ്പോക്കോ, ഞങ്ങൾക്കിവിടെ നിങ്ങളെ നിർത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുരിതത്തിൽ നിന്ന് കര പിടിച്ച് കയറാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ വീണ്ടും പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് ചിരിക്കുന്ന മുക്കിനടക്കമുള്ള ആളുകൾ. ഈ കാണിക്കുന്നത് പൂക്കിത്തരമാണ്, പോക്കിരത്തരമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ചിരിക്കാത്തൊരു മുഖ്യമന്ത്രി, ഏകാധിപതി, ഏകഛത്രാധിപതി, കർക്കശ സ്വഭാവക്കാരൻ, ആരുടെ മുൻപിൽ ഒരു ചിരി പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ നന്ദികെട്ട ജനങ്ങൾ നന്ദികേട് കാണിച്ച്, അങ്ങനെ തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ, ആ നന്ദികേട് കാണിച്ച് പിണറായി വിജയനെ തോൽപ്പിക്കുക, ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുക, ഇടതുപക്ഷ വിരുദ്ധത എന്നതിനേക്കാൾ അപ്പുറം പിണറായി വിരുദ്ധത കെട്ടിപ്പടുത്തുയർത്തുക, അതിനു വേണ്ടിയിട്ട് വലതുപക്ഷ മാധ്യമങ്ങളെയും വലതുപക്ഷ PR ടീംസിനെയും ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പൂക്കികൾ കളിച്ച നെറികേടിൻ്റെ ഫലമായിട്ട്, അല്ലെ നെറികെട്ട രാഷ്ട്രീയം കളിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി വളരെ നല്ല രീതിയിൽ തോൽവി ഏറ്റുവാങ്ങി അല്ലേ? നമുക്കറിയാം 35 സീറ്റുകളിലേക്ക് ചുരുങ്ങി പോകുന്നൊരു കാഴ്ച ഉണ്ടായി. ഒരുപാട് നാളുകൾക്ക്, ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം, 10 വർഷങ്ങൾ, കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തിനെ നയിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും അവരുടെ വിളിപ്പുറത്തുണ്ടായിരുന്ന ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും, രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, ഇനി ഏതൊരു സമയമായിക്കോട്ടെ, അവർ വിളിക്കുന്ന ആ വിളിയും കാതോർത്തിരുന്ന ഒരു സംഘടന തന്നെയായിരുന്നു നമ്മുടെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഒരു സംഘടന എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ജനങ്ങളുടെ ജനഹിതം അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, അല്ല ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്ന ഒരു സംഘടന എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സംഘടനയേക്കാൾ അപ്പുറം ഒരു കുടുംബം എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് അതിനെ പറയാം. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആ ഒരു കൂട്ടം തന്നെയായിരുന്നു ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തന്നെയും കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ബുദ്ധിയും വിവരവുമുള്ള, ഇടതുപക്ഷം എന്താണെന്നറിയാവുന്ന, അല്ലെ ഇടതുപക്ഷം ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്നറിയാവുന്ന, അടിമത്തത്തിന് കീഴടങ്ങാത്ത ആളുകൾ ഹൃദയപക്ഷം എന്നൊരു പേരും കൊടുത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല വിളിക്കുന്നത്, ബുദ്ധിയുള്ള ജനങ്ങൾ ആ പേരിലും ഇടതുപക്ഷത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഹൃദയപക്ഷമായിരുന്ന ഇടതുപക്ഷം വയനാട് ചൂരൽമലയിലുണ്ടായ 2024 ആ വലിയ ദുരന്തത്തിൽ ബാക്കി വെച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തികളും ഒക്കെ നമുക്കറിയാം. ആ ആളുകൾക്ക് എല്ലാ മാസവും മുടങ്ങാതെ കിട്ടിയിരുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ദിനപത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന, അവർക്ക് എല്ലാ മാസവും മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാന മാർഗം. അത് ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി നൽകിയതാണ്. ഇതൊന്നും പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തതാണെന്ന് ഞാനും പറയുന്നില്ല മക്കളെ. കമൻറ്റോളികളെ, മെഴുകാൻ വരുന്ന കമൻറ്റോളികളെ ഞാനും പറയുന്നില്ല. നമ്മളിൽ ഓരോരുത്തരും കൊടുത്ത ഫണ്ടിൽ നിന്ന് തന്നെയാണ് ആ ഒരു ദിനപത്ത ഇടതുപക്ഷ സർക്കാർ അവിടെ ഉണ്ടായിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇലക്ഷന് മുൻപ് വരെയും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും മുടങ്ങിയിട്ടില്ല. വിധി വരുന്നത് വരെ, അതായത് ജനങ്ങളുടെ ആ ഒരു റിസൾട്ട്, ജനങ്ങൾ കുത്തിയ വോട്ടിൻ്റെ ആ ജനവിധി അറിയുന്നതിന് മുൻപ് വരെയും ആ ജനങ്ങൾക്ക് ഇവർക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ദിനപത്ര കിട്ടിയിരുന്നു. ഈ വീട് വേണ്ടാത്ത ആളുകൾക്ക് 15 ലക്ഷം രൂപയും അതിന് മുകളിലുള്ള ധനസഹായവും ഇടതുപക്ഷ സർക്കാർ കൊടുത്തിരുന്നു. ഇടതുപക്ഷ സർക്കാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് വലതുപക്ഷം അധികാരത്തിൽ വന്നിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? വൻ പ്രമാണിമാർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സതീശനാദികൾ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൊങ്ങികളുടെ അല്ല, അടിമ കൊങ്ങികളുടെയോ അടിമകളുടെയോ കോമാളികളുടെയോ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് ബോധ്യമുള്ള, ഇടതുപക്ഷം എന്താണെന്നും വലതുപക്ഷം എന്താണെന്നും BJP എന്താണെന്നും എല്ലാം അറിയാവുന്ന, മനുഷ്യൻ എന്താണെന്ന് അറിയാവുന്ന, മനുഷ്യത്വമുള്ള മനുഷ്യ സ്നേഹികളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൂക്കികൾ ചെയ്തിട്ടുള്ളത്? ഈ വായ്ത്താളം വിടൽ മാത്രമല്ലാതെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. വരുമ്പോൾ വലിയ വികസനങ്ങൾ ഉണ്ടാക്കും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ വന്ന സമയത്ത് തന്നെ വലിയൊരു വികസന മാറ്റം ഉണ്ടാക്കി. എന്താണ്? അദാനിക്ക് വേണ്ടിയിട്ട് വിഴിഞ്ഞം പോർട്ടിനെ, അല്ലെ വിഴിഞ്ഞം ഹാർബറിനെ എഴുതി കൊടുത്തു, വിഴിഞ്ഞം തുറമുഖം എഴുതി കൊടുത്തു. പിന്നെ ഈ മദ്യ മാഫിയകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ 6 വർഷമായിട്ട് തൻ്റെ ഫയലിൽ, അല്ലെ തൻ്റെ ഓഫീസിൽ പൊടി പിടിച്ച് കിടന്നിരുന്നൊരു ഫയല് റീഓപ്പൺ ചെയ്ത് അതിൽ സൈൻ ചെയ്തും കൊടുത്തു. പിന്നെ ഇടതുപക്ഷ സർക്കാർ 6 മാസങ്ങളോളമായിട്ട്, 6 വർഷവും 6 മാസങ്ങളുടെ വ്യത്യാസമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. 6 മാസങ്ങളായിട്ട് മരവിപ്പിച്ച് വെച്ചിരുന്നൊരു പദ്ധതി,
PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി. ആ ഒരു പദ്ധതിയും പെട്ടെന്ന് തന്നെ പൊടി തട്ടിയെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം അങ്ങോട്ട് നടത്തുന്നു. അങ്ങനെ നടപ്പിലാക്കി ആ ഫണ്ട് കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങെടുത്തു. ആ ഫണ്ടൊക്കെ ഇപ്പോൾ എവിടെ പോയി? സലീം കുമാറിന് സ്മാരകം പണിയാനായിട്ട് ഉള്ള ഓട്ടത്തിൻ്റെയും അല്ല അതിൻ്റെ തിരക്കിലുമൊക്കെയാണ് പൂക്കികൾ എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിൽ നമ്മൾ കണ്ടു. ആ ബഡ്ജറ്റ് അവതരണത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പും മാറ്റിവെച്ചിട്ടില്ല. ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് മാറ്റിവെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല, അതൊക്കെ അവർ ചെയ്തോളുമെന്നാണ് പലരും പറയുന്നത്. അധികാരത്തിൽ വന്നിട്ട് 2 മാസം തികയ്ക്കാൻ പോകുമ്പോൾ ഇവരെന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കസേര കളിക്ക് കളിച്ച ആ ഒരു ഓട്ടവും ചാട്ടവും ഒന്നും ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാണുന്നില്ലല്ലോ. പാവങ്ങളുടെ കാര്യത്തിൽ മാത്രം കേട്ടോ. പണക്കാരുടെയും പ്രമാണിമാരുടെയും കാര്യത്തിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ അതിവേഗമാണ്. നമ്മുടെ വന്ദേ ഭാരത് പോകുന്നതിനേക്കാളുള്ള സ്പീഡിലാണ്. പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നു, പെട്ടെന്ന് ഒപ്പിടുന്നു, എല്ലാം നടപ്പിലാക്കുന്നു. ഒരാളോട് പോലും ചോദിക്കാതെ, സ്വന്തം പാർട്ടിയിലുള്ള ആളുകളോട് പോലും ചോദിക്കാതെ എല്ലാം ഉടനടി തന്നെ എടിപിടി എന്നൊക്കെ പറയുന്നത് പോലെ നടപ്പിലാക്കുന്നു. അങ്ങനെ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിന് എന്തുകൊണ്ടാണ് വയനാട്ടിലെ വിഷയത്തിൽ മാത്രം വയനാട്ടിലെ ആ പാവങ്ങളുടെ വിഷയത്തിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നത്? ഇന്നിപ്പോൾ അത് ഓക്കെ, വയനാട് ചൂരൽമല പിണറായി വിജയനും സംഘവും ഉണ്ടാക്കി വെച്ചൊരു കൊള്ളയുടെ ഒരു ഫലമാണ് നേർക്കാഴ്ചയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഈ അധികാരത്തിൽ വന്ന പുതിയ ഭരണപക്ഷം ഭരണവർഗം അധികാരത്തിൽ വന്ന സമയത്ത് ഉണ്ടായ ഒരു ദുരന്തമാണല്ലോ കള്ളാടിയിലുണ്ടായത്. ആ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അതിനെ അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ എന്ത് ഇൻവോൾവ്മെന്റ് ആണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തതിനേക്കാൾ അപ്പുറം വലതുപക്ഷം ചെയ്തിട്ടുള്ളത്? ഈ വലതുപക്ഷം അധികാരത്തിൽ വന്ന സമയത്ത് തന്നെയും പിണറായി വിജയൻ കള്ളാടിയിലെ ആ ദുരന്ത ബാധിതരെ പോയി സന്ദർശിക്കുകയും അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും കേട്ടറിയുകയും ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ പോയപ്പോൾ അദ്ദേഹത്തിനെതിരെ മെഴുകാനായിട്ട് കമന്റോളികളും ഒരുപാട് സൈബർ പോരാളികളും ഒക്കെ മെഴുകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചുതരാം. പിണറായി വിജയൻ സഖാവ് ആ ഒരു ദുരന്ത മേഖല സന്ദർശിക്കുന്നത് അദ്ദേഹം ഞൊണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ മെഴുകലുണ്ടായിരുന്നു. ഈ ഞൊണ്ടി നടക്കുന്നവൻ എങ്ങനെയാണ് കേരളത്തിനെ നയിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും തനിക്ക് രാജിവെച്ച് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ മെഴുകലുകൾ ഞാൻ ആ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു. ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ടല്ലോ, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനത്തിനെ ഒരു കൈമുതലാക്കിക്കൊണ്ട് വൃത്തികെട്ട തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കമന്റോളി മക്കൾ കിടന്ന് മെഴുകുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അപ്പോഴും ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെതിരെ മാത്രം ഇത്രയും മുറവിളി കൂട്ടുന്നവന്മാർ? എടാ, നിൻ്റെയൊക്കെ അപ്പൻ്റെ പ്രായമുണ്ട് പിണറായി വിജയന്. ഏകദേശം മമ്മൂക്കയുടെ പ്രായമൊക്കെ, മമ്മൂക്കയേക്കാൾ പ്രായമുണ്ടല്ലേ പിണറായി വിജയൻ സഖാവിന്? അങ്ങനെയുള്ളൊരു മനുഷ്യൻ, 81 വയസ്സുള്ളൊരു മനുഷ്യൻ ആ ഒരു സ്ഥലത്തേക്ക് പിന്നെ ഓടിച്ചാടി പോകാൻ പറ്റുമോ? VD സതീശൻ്റെ പ്രായം എത്രയാണ്? എങ്ങനെ പോയാലും 62 അല്ല 63 വയസ്സിന് താഴെയാണ്. എങ്ങനെ നോക്കിയാലും ഒരു 20 വയസ്സിന് മുകളിൽ ഒരു 18 വയസ്സിന് മുകളിൽ പിണറായി വിജയൻ്റെ പ്രായമുണ്ട്. ഈ പ്രായത്തിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നല്ല എക്സ്പീരിയൻസും ഉണ്ട്. ഈ 81 വയസ്സിൽ നമുക്കറിയാവുന്ന നമ്മളുടെ പരിസരങ്ങളിലൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് നടക്കുന്നത്? കൂനിക്കൂടി നേരെ വണ്ണം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് പിണറായി വിജയൻ സഖാവ് അവിടെ മുണ്ടും മടക്കി കുത്തി നടന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഞൊണ്ടനാണ്, കാലിൽ പ്രശ്നങ്ങളുള്ളവനാണ്, കാലിൽ ചൊറിയുള്ളവനാണ്, വെരിക്കോസ് ഉള്ളവനാണ്, വലിയ രീതിയിലാണ് ഇങ്ങനെ വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ മെഴുകുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കാലിൽ വെരിക്കോസ് വന്നിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കാല് അങ്ങനെ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ ചുമ്മാ പുട്ടടിച്ച് ഫുഡ് അടിച്ചുകൊണ്ട് ഒരു കസേരയിൽ ഇരുന്നുണ്ടാക്കിയെടുത്ത അസുഖമൊന്നുമല്ല. അടിയന്തരാവസ്ഥ കാലത്ത് കൊങ്ങികളുടെ തന്നെ നേതാക്കന്മാരുടെ പോലീസിനെ വെച്ചുകൊണ്ട് അവരുടെ വേട്ടപ്പട്ടികളെ വെച്ചുകൊണ്ട് തല്ലിച്ചതച്ച ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ സഖാവ്. അങ്ങനെ ഒരുപാട് അടി കിട്ടിയും കൊടുത്തുമൊക്കെ രാഷ്ട്രീയത്തിൽ കയറി വന്ന് മുഖ്യമന്ത്രി സ്ഥാനവും കരസ്ഥമാക്കി 10 വർഷം കേരളത്തിനെ നയിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു മാതൃകയാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയത്. നമ്മുടെ നാട്ടിലെ നെറികെട്ട ജനങ്ങൾ, നന്ദികെട്ട ജനങ്ങൾ വോട്ട് മാറ്റി കുത്തിയത് കൊണ്ട് തന്നെയും. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയൊരു മനുഷ്യനെ പറ്റിയും അപവാദങ്ങളും അപരാധങ്ങളും വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ നോക്കിയിരിക്കുക? ഞാൻ എപ്പോഴും പിണറായി വിജയനെ അനുകൂലിക്കുന്നു, മറ്റുള്ളവരെ പറ്റി നല്ലത് സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ പറ്റി പറയുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ട് മെഴുകുന്നുണ്ട്. ആരെങ്കിലും ഒരു നല്ലത് ചെയ്താൽ നമ്മൾ അവരെ തന്നെ ഹൈലൈറ്റ് ചെയ്യും. VD സതീശൻ ആദ്യം ഒരു നല്ലത് ചെയ്യട്ടെ. എന്താണ് നല്ലത് ചെയ്യുന്നത്? VD സതീശനെ ഞാൻ അനുകൂലിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു പാർട്ടിയുടെ ഒരു ഡീലിങ്ങിലോ ഒരു PR വർക്കിലോ ഞാൻ ഇരിക്കുന്ന ആളല്ല. ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുന്നില്ല. ഞാൻ ജോലിക്ക് പോയി ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം VD സതീശൻ നല്ലത് ചെയ്താൽ ഞാൻ നല്ലതെന്ന് പറയും. ഏതെങ്കിലും ഒരു നല്ലത് നിങ്ങൾ എനിക്ക് നയിച്ചുക, ഞാൻ അതിനെ റിയാക്ട് ചെയ്യാം.
പക്ഷേ എൻ്റെ കൺമുൻപിൽ കാണുന്നതൊന്നും ഞാൻ നല്ലതായിട്ട് കാണുന്നില്ല. പിണറായി വിജയൻ ചെയ്തത് മോശമായിരുന്ന സമയത്തും മോശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം. അറിയാത്ത ആളുകൾ ആ വീഡിയോസൊക്കെ മുൻപേ ഉള്ള വീഡിയോസ് ഒന്ന് പോയി കണ്ടിരുന്നാൽ മതി. ഇവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അധികാരത്തിൽ നിന്ന് പോയ സമയത്തല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇമാതിരി മെഴുകലുമായിട്ടൊന്നും വരരുതേ മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ആ ദുരന്ത ബാധിതരുടെ ബാക്കി കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. സപ്പോസ് കുട്ടി 3 ചെറിയ മക്കളുണ്ട് അടുത്തുള്ളത്, അവർ വീട്ടിൽ പോയി ചുടുവെള്ളം ചോദിച്ചാൽ എങ്ങനെ കൊടുക്കും? ആ അണക്കാട്ട് കുട്ടി പോയി വിറകെടുക്കാൻ പറ്റും. നൈറ്റ് ഗ്യാസ് കുട്ടി പോയിട്ട് 3-4 ദിവസമായിട്ട് വില്ലേജ് ഓഫീസറിന് പറയുമ്പോൾ നാളെ പ്രശ്നം തീരട്ടെ പറഞ്ഞ ആ പ്രശ്നമുണ്ട്. എന്റെ വണ്ടി അവിടെ ടോട്ടൽ ലോസ് ആയി കിടക്കുക. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പോണ് ഇവിടുന്ന് ഇറക്കി വിട്ട് കാര്യം എന്താ കാര്യം ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ജീവൻ അയാൾ പറയാം. ഇവിടുത്തെ മാനേജർ പറയാ അവിടെ എസ്റ്റേറ്റ് പൂട്ടി കിടന്ന ചെടിയൊക്കെ നാശമായി പോകും, ഡ്രസ്സിങ് ചെയ്തിട്ടില്ല, മറന്നു വെച്ചിട്ടില്ല, ഇവരുടെ ജീവിതമാർഗം പോകേണ്ടി വരിക. അപ്പൊ അയാൾക്ക് എന്താ അയാൾ ഏഴച്ചിട്ടേ വലുത്. അപ്പൊ ഇവിടെ ജനങ്ങളുടെ ജീവൻ വലുതല്ല. ചെടി 3 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഏലച്ചെടി ജീവൻ പോയ 3 മാസം കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ എത്ര ഇറങ്ങി പോകാൻ പറയാം, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇന്നിപ്പോ വന്ന് പറഞ്ഞാണ് രാവിലെ 10 മണിയാകും പറയണ്ടേ മീനാച്ചോള എസ്റ്റേറ്റ് മാനേജർ. അതെ ഇവര് സംസാരിച്ച് ഇവരും പറയും, അവര് സംസാരിച്ച കൊണ്ടല്ലേ ഇവര് പോകാൻ പറയുന്നേ. തിങ്കളാഴ്ച സ്കൂൾ ഓപ്പൺ കോളേജ് ഓപ്പൺ ചെയ്യാൻ പോവാ. നാളെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ നാളെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് തിങ്കളാഴ്ച പിള്ളേരെ സ്കൂളിൽ കയറ്റണം. അതൊക്കെ സംഭവം ശരിയാ. പിള്ളേർ പഠിക്കണം. ആദ്യം ഞങ്ങൾ സേഫ് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യം നോക്കണം. അവിടെ എസ്റ്റേറ്റിന്റെ അയാൾ പറയാ ചെടി പോണ്. അപ്പൊ അയാൾക്ക് ചെടി വലുതാണെങ്കിൽ എന്റെ കാര്യത്തിൽ എന്റെ മക്കൾ എനിക്ക് വലുത് അല്ലേ? അന്ന് അവിടെ പൊട്ടിയത് കുറച്ച് മുകളിൽ കയറി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്ര ആൾക്കാർ ജീവനോട് ഉണ്ടാവില്ല. അതിനെ പറയാ വന്നിട്ട് പറയാ. അപ്പൊ പോയിക്കോ പറഞ്ഞാൽ അവിടെ 3-ാം നമ്പർ പറഞ്ഞത് ആണക്കാടാണ്. അവിടെ വീട് എന്താ അറിയില്ല, ഏത് കണ്ടീഷനിലും നമുക്ക് അറിയില്ല. പെട്രോൾ പോയി കിടക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ കാര്യം ഒന്ന് നോക്കിയിട്ട് വണ്ടി അവിടെ മണ്ണിൽ കൊടിയിട്ട് ഞാനും എന്റെ 900 കണ്ടിലോട്ട് ഡ്രൈവർമാർക്ക് ചേർന്നില്ല. കൈ കൊണ്ട് മണ്ണ് മാതിരി എന്റെ ജീപ്പ് കൊണ്ട് കെട്ടി വലിച്ച് റോഡിലേക്ക് ആക്കി ചെയ്ത് അതിന് ഭാഗത്തുനിന്ന് ഒരു നടപടിക്ക് എടുത്തില്ല. ഇറങ്ങി പോകും. ഇവർക്കൊരു എന്താ ഞങ്ങൾ കുറെ ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പിൽ നിർത്തി ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കൊടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു വിചാരിക്കുവേ. അത് കുറേ പ്രഹസനവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് തരംഗമാവാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ പൂക്കികളെയും പൂക്കി മക്കളെയും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തെങ്കിലും ആ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് വന്ന് ഈ പ്രഹസനം കാണിക്കണം മക്കളെ, ന്യായീകരണ തൊഴിലാളികളെ, മെഴുകലോളികളെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. കാരണം ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാതെ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കർശന നടപടികൾ ഞങ്ങൾ അവിടെ ഈ പറയുന്ന അഴിമതി കാണിച്ചവർക്കെതിരെ, അല്ലെ മണ്ണിടിച്ചിലിൻ്റെ ആ ദുരന്തത്തിൻ്റെ ആഘാതം ഇത്രയും അധികം കൂട്ടിയ ആളുകൾക്കെതിരെ എടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് എടുത്തത്? ഒരു ചെറുവിരലെങ്കിലും നിങ്ങളെ കൊണ്ട് അനക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനുള്ള കഴിവുണ്ടോ? അതിനുള്ള ഗട്ട്സ് ഉണ്ടോ? ഞാനിങ്ങനെ ഞാൻ ഉറപ്പിച്ച് തന്നെ ചോദിക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കണം. ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടല്ലേ, മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആളുകളെല്ലാം അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് ആ ഒരു ദുരന്ത ബാധിതൻ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ അവർ പറയാൻ നമുക്ക് വിശ്വസിക്കാതെ വേറെ നിവൃത്തിയുമില്ല. അവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരെവിടേക്ക് പോകും? ഇനി പോകുന്ന സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ടായാൽ അല്ലെ മണ്ണിടിച്ചിലുണ്ടായാൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആരതിന് ഉത്തരവാദിത്തം പറയും? എത്ര ആളുകൾ മരിച്ചു എന്ന് പോലും കൃത്യമായിട്ട് കണക്കുകൾ പുറത്തുവിടാൻ സാധിക്കാതെ ഇങ്ങനെ ഉഴലുകയാണ് നമ്മുടെ സർക്കാർ. ഈ നെറികെട്ട രാഷ്ട്രീയം ഇത് വേണമായിരുന്നു ജനങ്ങൾക്ക് എന്നുള്ളൊരു കാര്യം ഒരു സംശയവുമില്ല. എല്ലാം ജനങ്ങൾക്ക് വേണമായിരുന്നു. ചിരി മാത്രം മതിയെന്നേ. ചിരി മാത്രം കൊണ്ടും നമ്മുടെ ജനങ്ങൾ സന്തുഷ്ടരാണ്. വേറെ ഒന്നും വേണ്ട, അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട, മെച്ചപ്പെട്ട ജീവിതം വേണ്ട, ഒരു പ്രശ്നവുമില്ല. പ്രമാണിമാർക്ക് വേണ്ടി സ്വന്തം വീട് എഴുതി കൊടുത്താലും ആർക്കും ഒരു പ്രശ്നവുമില്ല. സതീശൻ ചിരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഈ ഒരു ഇരട്ടത്താപ്പ്. പിണറായി വിജയൻ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്ന കുറേ മെഴുകുന്ന ന്യായീകരണ തൊഴിലാളികളും. ഇതൊരു കഷ്ടം വയ്ക്കാണല്ലേ.